തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ എം.എൽ.എ. ടി സിദ്ദിഖിന് ഇരട്ട വോട്ട് എന്ന ആരോപണവുമായി CPIM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് രംഗത്തെത്തിയിരിക്കുന്നു. കോഴിക്കോട് പെരുമണ്ണയിലും വയനാട് കൽപ്പറ്റയിലും വോട്ടുണ്ട് എന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച രേഖകളും കെ റഫീഖ് പുറത്തുവിട്ടു. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, ഇതിനോടകം തന്നെ ചില ആരോപണങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടിടങ്ങളിൽ വോട്ടുണ്ട് ടി സിദ്ദിഖിന് എന്ന ആരോപണം ഗുരുതരമായ ആരോപണമാണ്. ഇതിന്റെ രേഖകൾ ഉൾപ്പെടെ CPIM ജില്ലാ സെക്രട്ടറി പുറത്തുവിട്ടിരിക്കുന്നു എന്നതാണല്ലോ വിശദാംശങ്ങൾ. അനുജ, ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടിടങ്ങളിൽ ടി സിദ്ദിഖിന് വോട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് CPIM ജില്ലാ സെക്രട്ടറി ഇപ്പോൾ ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പ്രകാരം കോഴിക്കോട് ജില്ലയിലും അതോടൊപ്പം തന്നെ കൽപ്പറ്റയിലും ടി സിദ്ദിഖിന് വോട്ടുണ്ട് എന്നാണ് പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയിലും വയനാട് കൽപ്പറ്റയിലും ടി സിദ്ദിഖിന്റെ പേര് വോട്ടർ പട്ടികയിലുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കോഴിക്കോട് ജില്ലാ പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് 20 പന്നിയൂർക്കുളം വാർഡ് ഭാഗം നമ്പർ 2 ഇതിൽ ടി സിദ്ദിഖിന്റെ പേരുണ്ട്. ഇതിൽ 48 വയസ്സാണ് അദ്ദേഹത്തിന് എന്ന് രേഖപ്പെടുത്തുന്നു. അതിന് തൊട്ടടിയിൽ തന്നെ 1/1/2025 പൂർത്തിയായ വയസ്സ് എന്നുള്ളതും പറയുന്നു. അതായത് ഈ വർഷത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള രേഖയാണ് ഇത്. ഇനി കൽപ്പറ്റയിലേക്ക് വരുമ്പോൾ വയനാട് ജില്ല കൽപ്പറ്റ മുനിസിപ്പാലിറ്റി 25 ഓണിവയൽ വാർഡ് ഭാഗം നമ്പർ 1 അതിലും ടി സിദ്ദിഖിന്റെ പേരുണ്ട്. ശ്രീ കെ റഫീഖ് തന്നെ ടെലിഫോണിലുണ്ട്. റഫീഖ്, ഇപ്പോൾ ഇത് രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരിക്കുകയാണല്ലോ, ഇതിലെന്താണ് താങ്കൾക്ക് കൂടുതലായി വ്യക്തമാക്കാനുള്ളത്? അല്ല, ഇത് ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ആള് ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കാൻ പാടുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം കോഴിക്കോട് ജില്ലക്കാരനാണ്. അദ്ദേഹം കൽപ്പറ്റയിലെ MLA-യുമാണ്. അദ്ദേഹത്തിന് ആ പ്രദേശത്തും അദ്ദേഹം വോട്ട് ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വോട്ട് അദ്ദേഹത്തിന് കൽപ്പറ്റയിലേക്ക് വോട്ട് മാറ്റാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കോഴിക്കോട് തന്നെ വോട്ട് നിലനിർത്താനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ രണ്ട് സ്ഥലത്തും വോട്ട് ചേർക്കുന്ന നിലയുണ്ടായത് ജനാധിപത്യ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കൂടിയാകുമ്പോൾ അതിന് അതീവ ഗൗരവമുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ചുള്ള പ്രതികരണം നടത്തിയത്. ഇത്തരത്തിൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും നിൽക്കേണ്ടത്. അതിനു പകരം ജനാധിപത്യ വിരുദ്ധമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം.